നമ്മൾ വൈഫിൻ്റെ എക്സാമിന് വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരുന്നേ. അപ്പോൾ ബസ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരോടത്തൊരു ചെറിയ ബസ് സ്റ്റോപ്പ് അവൾ ഗ്രാമത്തിലുള്ള. അവൾ ഫോൺ നോക്കിയിട്ട് എന്തൊക്കെയോ പോകുമ്പോഴും പഠിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കാറിയാത്ത ആളൊക്കെ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി ഫോൺ വഴി. ഇവിടെ നമ്മൾ CPM-ൻ്റെ ചിഹ്നം ഉണ്ട് കേട്ടോ. അത് ഉൾഗ്രാമത്തിൽ CPM-ൻ്റെ ചിഹ്നമാണ്. പക്ഷേ സൂര്യൻ്റെ ചിഹ്നമാണ് കാണിക്കുന്നത്. എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. പിന്നെ ഇതവിടുത്തെ റേഷൻ കടയാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ചെറിയ റേഷൻ കട ഇപ്പം പൂട്ടിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് തുറക്കുമായിരിക്കും. റേഷൻ കടയാണ്. സാധനങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് ഇതാ ബസ് വന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറുള്ളൂ ഇവിടുന്ന്. ബസ്സിൽ തമിഴ് പാട്ടൊക്കെയാണ്. നമുക്കറിയാലോ തമിഴ്നാടായ പിന്നെ ബസ്സിൽ പാട്ടില്ലാതിരിക്കില്ല. നമ്മുടെ അവിടുത്തെ പോലെയല്ല. ബസ്സൊക്കെ കളർഫുള്ളാണ്, അടിപൊളിയാണ്. അപ്പോൾ ബസ് പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് മോളോട് ഉറങ്ങിയിട്ടുണ്ട്. കാരണം മോള് കാണാതെയാണ് പോന്നിരിക്കുന്നത്. അത് ഇത്രയും നേരത്തെ പോകുന്നത്. ഒരു ഭയങ്കര മഞ്ഞും തണുപ്പാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഇതാണ് തിരിച്ചു വരുമ്പോൾ ഷോർട്ട് കട്ടായിട്ടുള്ള വഴിയാട്ടോ വീട്ടിലേക്കുള്ളത്. ഇത് ഫുള്ള് ഗ്രാമമാണ്. ഇത് ടാറിടാത്ത റോഡാണ്. കാരണം ഇവർ വീട്ടിലേക്ക് 2-3 റോഡുണ്ട്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറേ റോഡിലൊക്കെ വെള്ളമാണ്. ഇത് ഷോർട്ട് കട്ടാണ്. ഇതൊരു മണ്ണിട്ട റോഡാണ്. ഇതിലൂടെ പോകണം. കാലത്ത് തന്നെ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഫുള്ളായി ആസ്വദിക്കാനുള്ള സമയമൊന്നുമില്ല. ഇവിടെ ആകെ 2 ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീട്ടിൽ കാണുന്നവരെ. ഫുള്ള് കൃഷി കേട്ടോ. ബൈ ബൈ.